നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവനെ മഞ്ജുവിനെ ശരിക്കും ഇഷ്ടമായിരുന്നോ? അതെനിക്കറിയില്ല മോളെ. അച്ഛൻ അറിയാത്തോണ്ടല്ല, ഗിരിയോടുള്ള സ്നേഹം കൊണ്ട് അച്ഛനൊന്നും പറയാത്തതാ. അവന് മഞ്ജുവിനെ ഇഷ്ടമായിരുന്നു. ഒരു പോലീസുകാരിയെ കല്യാണം കഴിച്ച അവനും അവന്റെ കുടുംബവും നാട്ടുകാരുടെ മുന്നില് എന്തുമാത്രം നാണം കെടുവെന്ന് ഗിരിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും അവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ മഞ്ജുവിനോട് അവൻ അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരിക്കണം. ഞാൻ അവനോട് പലവട്ടം ചോദിച്ചതാ മഞ്ജുവിനോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോന്ന്. അവൻ അങ്ങനെയൊന്നും ഇല്ലാന്ന് എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോ അവനെന്നെ മണ്ടിയാക്കായിരുന്നില്ലേ? ഗിരി അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു കാണില്ല മോളെ. അച്ഛന് വേണ്ടി അല്ല ഗിരി മഞ്ജുവിനെ വിവാഹം കഴിച്ചത്, അതെനിക്ക് ഉറപ്പാ. അവൻ അവളെ സ്വന്തമാക്കണമായിരുന്നു, ബാക്കിയെല്ലാം അവന്റെ വെറും നാടകമായിരുന്നു. ഗിരി എന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്കിപ്പോഴും അവനെ ഇഷ്ടം. അവൻ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാണെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നവരുടെ ആദ്യരാത്രിയാണെന്ന് ചിന്തിക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മോൾ അവനെ കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കരുത്. അവനെ മോള് മറക്കാൻ ശ്രമിക്കേ. ബുദ്ധിമുട്ടാണെന്ന് അച്ഛൻ അറിയാം, പക്ഷെ മോള് ചെയ്തേ പറ്റും. നാട്ടിലെന്താ വേറെ ആമ്പിള്ളേരില്ലേ? മോളൊന്ന് പറഞ്ഞാൽ ആപ്പിള് പോലുള്ള പയ്യന്മാര് മോളെ കെട്ടാൻ വീടിന്റെ മുമ്പിൽ ക്യൂ നിൽക്കും. അതിൽ നിന്ന് രാജകുമാരനെ പോലൊരുത്തനെ എന്റെ മോക്ക് തെരഞ്ഞെടുക്കാമല്ലോ. ഏത് രാജകുമാരനാണെങ്കിലും അവൻ ഗിരിയല്ലല്ലോ. മോളെ, അവനെ കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കരുത്. അവൻ നമ്മുടെ കൈവിട്ടു പോയി. കൈവിട്ടു പോയതല്ലോ, തട്ടിപ്പറിച്ചതല്ലേ ആ മഞ്ജു. എന്റെയും ഗിരിയുടെ ഇടയിൽ കയറി വന്ന് ഞങ്ങളുടെ ബന്ധം തകർത്തത് അവളാ. അവൾ എന്റെ ഗിരിയെ മയക്കിയെടുത്തു. ഗിരിയെ സ്വന്തമാക്കി സന്തോഷമായിട്ട് ജീവിക്കാന്ന് കരുതിയെങ്കിൽ അവൾക്ക് തെറ്റി. അവളിനി മനസ്സമാധാനത്തോടെ ജീവിക്കില്ല. ഗിരിയുടെ അവളുടെയും ബന്ധം ഞാൻ തകർക്കും. അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്യും. മോളെ, ആരോടും പ്രതികാരം ചെയ്യുന്നത് ശരിയല്ലെന്നാണ് അച്ഛൻ കരുതുന്നത്. എന്നാലും മോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അച്ഛൻ കൂടെ തന്നെ കാണും. പക്ഷേ പ്രതികാരത്തിന് ഇറങ്ങിത്തിരിക്കാനും ആരോഗ്യം വേണ്ടേ? നീ ഇങ്ങനെ സ്വയം നശിച്ചാൽ ജയിക്കുന്ന മഞ്ജുവല്ലേ? നീ അതിന് സമ്മതിക്കുമോ? ചെന്നെല്ലാം കഴിച്ചിട്ട് കിടക്കാം നമുക്ക്. ഞാൻ വെറുതെ അവിടുത്തെ വിശേഷം അറിയാൻ വിളിച്ചെന്നേ ഉള്ളൂ. ഇവിടെ എല്ലാം നല്ല വിശേഷമല്ലേ? എല്ലാം നമ്മൾ കണക്ക് കൂട്ടിയ പോലെ തന്നെ നടന്നു. മഞ്ജു ഗിരിയുടെ തലയിലായി. ഗിരിക്ക് അവളോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കല്യാണത്തിന് സമ്മതിച്ചതെന്ന് ശാലിനി വിശ്വസിച്ചു. അതുകൊണ്ടിപ്പോ
അവക്ക് ഗിരിയോടും മഞ്ജുവിനോടും പകയായി. ആ, ഇനി മഞ്ജുവിനെ നമുക്ക് ഗിരിയെ കൊണ്ട് നിയന്ത്രിക്കാം. ആ മാധവന്റെ കേസിൽ അവൾ എന്തെങ്കിലും നീക്കം നടത്തിയാൽ അത് ഗിരി വഴി നമ്മൾ അറിയും. ഇനി അവളെങ്ങാനും മാധവന്റെ കേസ് തെളിയിച്ചാൽ തന്നെ ഗിരി എന്റെ കൂട്ടുപ്രതിയാവും. സ്വന്തം ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ അവളൊന്ന് മടിക്കും. ആ, എന്റെ മുന്നിൽ വെച്ച് മാധവൻ ഡാഡിയെ കൊണ്ട് അയാളുടെ കാല് പിടിപ്പിച്ചില്ലേ, അയാളുടെ മോൾക്ക് ഇങ്ങനെ ഒരു പണി തന്നെ കൊടുക്കണം. പോലീസുകാരെ വെറുക്കുന്ന വീട്ടിലേക്ക് തന്നെ മഞ്ജു മരുമോളായിട്ട് കയറി ചെന്നു. ഇന്നു മുതൽ അവളുടെ കഷ്ടകാലം തുടങ്ങും. എന്റെ മോന്റെ ഭാര്യയാകാവുന്ന സ്വപ്നം കണ്ട അവക്ക് എന്റെ പൊട്ടിയുടെ ഭാര്യയാകേണ്ടി വന്നു. മാധവന്റെ ആത്മാവിപ്പോ പടയുന്നുണ്ടാവും. എനിക്കത് മതി. ആ ഹരിത രക്ഷപ്പെട്ടത് മാത്രമായിരിക്കും ഒരു പ്രശ്നമായത്. ആ, അതുകൊണ്ട് എന്ത് പറ്റാനാ ഡാഡി? മഞ്ജുവിനെ മണ്ഡപത്തിൽ എത്തിക്കുന്നതിന് മുമ്പ് സത്യം അറിയിക്കാതിരിക്കാനല്ലേ നമ്മൾ അവളെ പൊക്കിയത്. ഇനി അവൾ മുഴുവൻ സത്യങ്ങളും മഞ്ജുവിനോട് പറഞ്ഞാൽ പോലും നമുക്കൊരു പ്രശ്നമില്ല. ശരിയാ. ഗിരിയുടെ കാൽ കീഴിൽ കഴിയാൻ പോകുന്നവൾ ഇനി എന്തറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ വിഷയം കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വാ, നമുക്കൊന്നിച്ചൊന്ന് ആഘോഷിക്കണം. അത് പിന്നെ പറയാനുണ്ടോ ഡാഡി? ഓക്കെടാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വപ്ന, സ്വപ്ന, ആദ്യ വരുന്നോ? എന്താ അമ്മേ? ഈ കെട്ടഴിച്ചു കള. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. എന്നാലും എനിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. എന്റെ ശങ്കരേട്ടനെ കൊന്നവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്ക് മരുമകളെ കൊണ്ടുവന്ന് തന്നല്ലോ ഭഗവാനെ. ദൈവത്തിന് എന്തിനാ അമ്മയെ പഴിക്കുന്നേ? അമ്മ തന്നെയല്ലേ അവളെ നിലവിളക്ക് കൊടുത്ത് വീട്ടിലേക്ക് കയറ്റിയത്. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഗിരിയെ ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അവനെങ്ങാനും അവളുടെ കൂടെ ഈ വീട് വിട്ടു പോയെങ്കിലും അവനെ ചിലപ്പോ എന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെടും. അമ്മ വെറുതെ ഓരോ ന്യായം പറയണ്ട. ഞാൻ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അമ്മയെ പഠിപ്പിച്ചതല്ലേ. മുകുന്ദൻ ഓരോന്ന് പറഞ്ഞ് അമ്മയുടെ മനസ്സ് മാറ്റി. അതാ സംഭവിച്ചത്. അവൻ പറഞ്ഞത് വെറുതെ ഒന്നും അല്ല ഞാൻ കേട്ടത്. അവനെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിട്ടല്ല നമ്മൾ മഞ്ജുവിനോടുള്ള ദേഷ്യം കാണിക്കേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ കുടുംബത്തിലെ പെണ്ണിനെ നിലവിളക്ക് വെച്ച് സ്വീകരിച്ചതിന് അച്ഛന്റെ ആത്മാവ് അമ്മയോട് ക്ഷമിക്കില്ല. അവൾ ഈ വീട്ടിൽ കഴിയുന്ന ഓരോ നിമിഷവും അച്ഛന്റെ ഓർമ്മയോട് നമ്മൾ കാണിക്കുന്ന നിന്നയായിരിക്കും. ഈ അവസ്ഥ നിനക്ക് മനസ്സിലായില്ലെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലാവും. വേറെ ആരെ എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ കുടുംബത്തിന് വലിയൊരു തലവേദന ഒഴിവാക്കാൻ വേണ്ടിയാ മഞ്ജുവിനെ ഈ വീട്ടിലേക്ക് കയറ്റാതിരിക്കാനുള്ള വഴി ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തന്നത്. ഇനി അങ്ങോട്ട് മഞ്ജു കാരണം ഈ വീട്ടിലെ സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെടുമ്പോ ഇന്ന് അമ്മ അവളുടെ കയ്യിൽ നിലവിളക്ക് കൊടുത്ത നിമിഷം ഓർക്കണം. അതാണ് എല്ലാത്തിനും കാരണമെന്ന് അമ്മ തിരിച്ചറിയണം.